നമസ്കാരം. 12ാം ക്ലാസ് രസതന്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 9ാമത്തെ യൂണിറ്റായ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം കണ്ടാൽ അതിൻ്റെ കെമിക്കൽ ഫോമുല, മോളിക്കുലാർ ഫോമുല ഓർ സ്ട്രക്ചറൽ ഫോമുല ഡെഡ്യൂസ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടിൻ്റെ ഫോമുല കിട്ടിയാൽ എങ്ങനെയാണ് IUPAC നെയിം എഴുതുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് 1-2 അസൈൻമെൻറ്റ്സ് തരികയുണ്ടായി. നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടത് ദൂരീകരിക്കുക. നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന അവസരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഐസോമർസ്. ജനറലായിട്ട് ഐസോമർസം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടി വരിക. ഐസോമർസം ഈസ് എ ഫിനോമിനൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഒരുപോലെ മോളിക്കുലാർ ഫോമുല വരുന്നു, പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അങ്ങനെയുള്ള ആ ഫിനോമിനനെയാണ് നമ്മൾ ഐസോമർസം എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ടുകളെ, ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഓർ കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് സെയിം മോളിക്കുലാർ ഫോമുല ആർ കോൾഡ് ഐസോമേഴ്സ്. അപ്പോൾ ഐസോമേഴ്സ് എന്താണ്, ഐസോമർസം എന്താണെന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ വർഷം ഓർഗാനിക് കെമിസ്ട്രിയിലും ഐസോമർസം കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെയും ഐസോമർസത്തെ ബ്രോഡായി സ്ട്രക്ചറൽ ഐസോമർസം, സ്റ്റീരിയോ ഐസോമർസം, അങ്ങനെ രണ്ടായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? സ്ട്രക്ചറൽ ഐസോമർസം ആൻഡ് സ്റ്റീരിയോ ഐസോമർസം. കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഷോ സ്ട്രക്ചറൽ ഐസോമർസം. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് മീൻസ് ഡിഫറെൻറ്റ് ആറ്റം ടു ആറ്റം ബോണ്ടിങ്. ബോണ്ടിങ്ങിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് സ്ട്രക്ചറൽ വ്യത്യാസം വരിക, അത് വ്യത്യസ്ത പ്രോപ്പർട്ടീസ് കാണിക്കുന്നതിന് കാരണമാകുക എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഐസോമർസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമർസമാണ്. ഇൻ ദ കേസ് ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്, ദ സ്ട്രക്ചേഴ്സ് വിൽ ബി ദ സെയിം ബട്ട് the three-dimensional arrangement of atoms or groups around the central atom will be different. That means the difference in properties arises due to the difference in spatial arrangement of atoms or groups, or here the arrangement of ligands around the central atom is different in the case of different stereoisomers. First, let us consider structural isomerism in detail. Structural isomerism is further classified into linkage isomerism, coordination isomerism, ionization isomerism and solvate isomerism. Linkage isomerism means the linking atoms or donor atoms in different isomers are different. Same molecular formula, different structures. Difference in structure arises due to the difference in donor atoms attached to the central atom. For example, CONH3 5 times NO2 Cl2. നെയിമിംഗ് നമ്മൾ പഠിച്ചതാണ്. ഈ കോമ്പൗണ്ടിൻ്റെ നെയിം എന്തെന്ന് പറയാം? CONH3 5 times NO2 സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ Cl2. അപ്പോൾ പെൻറ്റ അമീൻ നൈട്രിറ്റോയൻ കോബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ IUPAC നെയിം. അപ്പോൾ ഞാനിവിടെ പേര് പറഞ്ഞ് ശ്രദ്ധിക്കുക. നൈട്രിറ്റോയൻ എന്നൊരു ലിഗാൻഡിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ആ ലിഗാൻഡ് ഒരു ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിങ്കേജ് ഐസോമറിസം എറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ donor atoms attached to the central atom. That means this type of linkage isomerism arises in the case of compounds with ambidentate ligands. NO2 is an ambidentate ligand that we already seen in earlier class. That NO2 can link with the central metal through N or through O. Then the isomers, the linkage isomers of the
compound that we have considered are CO, NH3 5 times NO2 Cl2 and CONH3 5 times ONO Cl2. These two compounds have different properties. That is, when nitrogen of NO2 is linked to the cobalt ion, then the compound will be yellow in color, and if oxygen of the NO2 group is linked to the central ion, then the compound is red in color. That is the property difference in properties shown by the isomers of this compound. അതായത് CO NH3 5 times NO2 Cl2 എന്ന കോമ്പൗണ്ടിൻ്റെ രണ്ട് ഐസോമേഴ്സ് NO2 ലിങ്ക് ചെയ്യുന്നത് ഓക്സിജൻ വഴിയാണെങ്കിൽ നൈട്രിറ്റോ O എന്നാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ കളർ റെഡ് കളറും, അത് ലിങ്ക് ചെയ്യുന്നത് നൈട്രജൻ വഴിയാണെങ്കിൽ നൈട്രിറ്റോ N എന്നാണ് നമ്മൾ പേരെഴുതുന്നതെങ്കിൽ അതിൻ്റെ കളർ യെല്ലോയുമായിരിക്കും. അപ്പോൾ അതാണ് ഈ രണ്ട് ലിങ്കേജ് ഐസോമേഴ്സിൻ്റെ എക്സാമ്പിൾ. സെക്കൻഡ് type of structural isomerism is coordination isomerism. The coordination isomerism is shown by coordination compounds in which the positive and negative ions are coordination entities. Then the ligands exchange between the coordination spheres. For example, consider the complex CO NH3 6 times, Cr Cn 6 times. In this compound, NH3 molecules, the ligands NH3 groups are attached to cobalt ion and cyanide ligands are attached to chromium ions. But in the case of its isomer, the ligands exchange between the coordination spheres means NH3 attaches to Cr3 plus ions and cyanide ligands attach to cobalt ion. That is, the formula of the compound is Cr NH3 6 times, CO Cn 6 times. The third type of structural isomerism, ionization isomerism, as its name shows, the isomers give different types of ions in solution. If the counter ion can exist as a ligand, such type of complex can show this ionization isomerism. For example, consider the complex given here, CO NH3 5 times SO4Br. The bromide ions in this complex is present outside the coordination sphere, but it is a potential ligand. It can also ligate to the central metal and come into the square bracket. Then a negative ion now present as the ligand goes out of the coordination sphere. That means its isomer is CO NH3 5 times Br SO4. We can detect these two ionization isomers by simple testing of sulfate ions. You already know the test for sulfate ion. If we take a sample and add barium chloride solution, thick white precipitate of sulfate of barium may occur if sulfate ions are present. Then these two, we can easily distinguish these two ionization isomers. The fourth one is solvate isomerism. In this type, in such complexes, a solvent particle, solvent molecule can act as ligand as well as free molecules in crystal lattice. For example, if the solvent is water, we describe such isomerism as hydrate isomerism. For solvate isomerism, if water is solvent, we call it as hydrate isomerism. For example, consider the complex CrH2O 6 times Cl3, which is violet in color. If some of the water molecules go outside the coordination sphere as free molecules present in the crystal lattice, then as shown here, CrH2O 5 times Cl, Cl2 dot H2O. The complex becomes greyish green. In short, the structural isomerism refers to the isomers which differ in their structures, and that structural isomerism is classified into
linkage isomerism, coordination isomerism, ionization isomerism and solvate isomerism. Then we can see the next type of isomerism, stereoisomerism. We have already discussed that stereoisomerism arises due to the difference in three-dimensional arrangement of the ligands around the central metal. The important types of stereoisomerism are geometrical isomerism and optical isomerism. In geometrical isomerism, the geometrical arrangement of the ligands around the central metal will be different in different geometrical isomers. For example, consider the complexes of coordination number 4 of the type M X2 L2. Here M is central metal, X and L are unidentate ligands. If similar ligands occupy adjacent positions, then such an isomer is termed as cis isomer, and similar group if occupy opposite positions, they are described as trans isomers. For example, consider diamine dichlorido platinum 2. If two chlorido groups are at adjacent positions, it is named as cis diamine dichlorido platinum 2, and if chloride ligands are on opposite positions, then it is termed as trans diamine dichlorido platinum 2. Here we have to remember one thing, that these tetracoordinate systems exist as square planar complexes. അതായത് 4 കോർഡിനേറ്റ് സിസ്റ്റം വരുന്ന കോംപ്ലക്സുകളിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ മാത്രമാണ് സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്നത്. ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകൾക്ക് അങ്ങനെ ഒരു സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കാൻ കഴിയില്ല. ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകളിൽ എല്ലാ ഗ്രൂപ്പുകളും സെൻട്രൽ മെറ്റലിന് ചുറ്റും ടെട്രാഹീഡ്രൻ്റെ കോർണറിൽ വരുന്ന ലിഗാൻഡുകൾ എങ്ങോട്ട് മാറിയാലും ആ പൊസിഷൻ മാറുന്നതായി അനുഭവപ്പെടത്തില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മാറുന്നില്ല എന്ന് നമുക്ക് കരുതാം. അതെല്ലാം ഐഡൻറ്റിക്കൽ പൊസിഷൻസ് ആണെന്നതാണ് അത് സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കാതിരിക്കുന്നതിൻ്റെ കാരണം. അനദർ type of 4 coordinate complex MABXL, where A, B, X and L are all unidentate ligands. Such complexes can show 3 different types of geometrical isomers as shown in the screen. Next, we can take some octahedral complexes. In the case of octahedral complexes of the type MX2L4, as we said earlier, X and L are unidentate ligands. They show cis trans isomerism, which can be exemplified with these examples. The complex given is CO NH3 4 times Cl2 plus, and in this complex, if chlorido ligands are coming at the adjacent positions, it is cis isomer, and if they occupy opposite positions, it is trans isomer. In the case of 6 coordinate systems or octahedral complexes, if bidentate ligands also present in the complex, they can also show geometrical isomerism. Octahedral complexes of the type MX2 LL twice, here L-L refers to a bidentate or didentate ligand. Such complexes can also show cis trans isomerism. For example, CO En twice Cl2 plus എന്ന കോംപ്ലക്സ് ഇവിടെ കാണിച്ചിട്ടുള്ളതുപോലെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐസോമേഴ്സ് തരുന്നത് കാണാം. അനദർ ജിയോമെട്രിക്കൽ ഐസോമറിസം ഷോൺ ബൈ octahedral complexes is facial meridional isomerism. If 3 ligands are the same type and they occupy the corners of an octahedral face, then it is called facial isomer. And if the similar 3 ligands are present on either side of the meridian of the octahedron, then it is called meridional isomerism as shown here. Another type of stereoisomerism is optical isomerism. Earlier we see the geometrical isomerism, the another classification is optical isomerism.
In case of optical isomers, they show different optical activity. Optical activity means the ability to rotate plane polarized light. Ability of a molecule to rotate the plane of plane polarized light is called optical activity. If the plane of the plane polarized light is rotated towards right side, that isomer is said to be dextro-rotatory or right rotatory or D isomer. And if a compound rotates the plane polarized light towards left side, it is called leo-rotatory or left rotatory or L rotatory. In the case of optical isomers or D and L isomers, they will be mirror images of a particular structure, a particular spatial arrangement. Mirror images of a particular spatial arrangement will be the different isomers of a particular compound. Therefore, they are called mirror plane isomers or enantiomers. In this case, if one isomer rotates the plane polarized light towards right side, or if one isomer is dextro-rotatory, its mirror plane isomer will surely be leo-rotatory or left rotatory or L rotatory. Which type of compounds show this type of isomerism is very important. If a particular geometrical arrangement or spatial arrangement and its mirror image are non-superimposable, an object and its mirror image are non-superimposable like our left and right hand. Right hand is the mirror image of left hand. Then if we put one on the another one, we can distinguish the two. That means these are non-superimposable. The molecules with structures with mirror images non-superimposable are called chiral molecules. That means chirality or non-superimposability of a molecular structure with its mirror image is the reason for optical activity. For example, an octahedral complex COEN twice 3 plus is given. One of its structure and its mirror image is shown on the screen. These two are enantiomers or chiral molecules, and the dextro-rotatory isomer is one and its mirror image is surely leo-rotatory. Another octahedral complexes of the type MLL twice X2 also show this type of optical isomerism, but one thing important here is its cis isomer is shown in the screen and its mirror image is given. They are non-superimposable and they show optical activity. But if the chlorido ligands are on opposite sides, if it is the trans isomer, it will never show optical activity because that structure and its mirror image will be superimposable and achiral. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐസോമറിസത്തിൽ കണ്ടത്. ഐസോമറിസം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം, സ്ട്രക്ചറലുള്ള വ്യത്യാസം കൊണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ജിയോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്നു. 4 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമറിസം: ലിങ്കേജ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം. 2 ടൈപ്പ് സ്റ്റീരിയോ ഐസോമറിസം: ജിയോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ജിയോമെട്രിക്കൽ ഐസോമറിസത്തിൽ സിസ്ട്രാൻസ് ഐസോമറിസവും മറ്റൊരു പ്രത്യേകതരം ഫേഷ്യൽ മെറിഡിയനൽ ഐസോമറിസവും കണ്ടു. ഒപ്റ്റിക്കൽ ഐസോമറിസം കൈറൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറും അതിൻ്റെ മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ മാത്രമേ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുകയുള്ളൂ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനെ തരികയുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മുന്നോട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ബോണ്ടുകൾ ഫോം ചെയ്യുന്നതെന്നും അതുപയോഗിച്ചുകൊണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണിക്കുന്ന പ്രോപ്പർട്ടീസിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയറീസ് വിൽ ബി കൺസിഡേർഡ് ഓർ ട്രീറ്റഡ് ഹിയർ. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില ചോദ്യങ്ങളാണ്: എന്തുകൊണ്ടാണ് ചില മെറ്റൽസ് മാത്രം ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്?
എന്തുകൊണ്ടാണ് ചില കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ചില പ്രത്യേക കളറുകൾ വരുന്നത്? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കേട്ട് കാണും, ട്രാൻസിഷൻ എലിമെൻറ്റ്സ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു എന്നും കളേർഡ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കോംപ്ലക്സുകളിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെട്ടു വരുന്നത്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ബോണ്ടിങ് എന്ന പാർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെ 11ാം ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് പല തിയറീസും നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വളരെ സിമ്പിളായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നത് വരെ വളരെ ബേസിക് ആയിട്ടുള്ള ബോണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് മുതൽ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ വെർണർ തിയറി ഓഫ് കോർഡിനേഷൻ കണ്ടു. അതിനകത്ത് വളരെയധികം ബോണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. പ്രൈമറി, സെക്കൻഡറി, വാലൻസ് എന്നുള്ള ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ് അവിടെ കണ്ടത്. എന്നാൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കവിടെ ആ തിയറി ഉപകരിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡീറ്റെയിലായി ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അങ്ങനെ രണ്ട് തിയറീസാണ്. വാലൻസ് ബോണ്ട് തിയറി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പുതിയതായി വരുന്നു. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിക്ക് എന്താണ് അഡ്വാൻറ്റേജ്, എങ്ങനെ അത് ഉപയോഗിച്ച് നമുക്ക് കോംപ്ലക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ തിയറി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതിൻ്റെ ഗുണം എന്താണ്, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ കോംപ്ലക്സുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പോരായ്മ പരിശോധിക്കുന്നു. പിന്നീട് അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അല്ലെങ്കിൽ ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ന ഒരു തിയറി പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലേറ്റസ്റ്റായി നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ വന്നു നിന്നതുപോലെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ നിലയിൽ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസൊക്കെ ബോണ്ടിങ് ഒക്കെ നമുക്ക് വളരെ നല്ല നിലയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ഈ യൂണിറ്റിൽ വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും മാത്രമാകും ഡീറ്റെയിലായി പരിശോധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു ചെറിയ അസൈൻമെൻറ്റ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം ഷോൺ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഒരു എസ്സേ എന്നുള്ള നിലയിൽ ട്രീറ്റ് ചെയ്യുക. വളരെ വിശദമായി എക്സാമ്പിൾസ് സഹിതം ഈ അസൈൻമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.